സോറി സർ, ഓൾറെഡി നല്ല ബ്ലീഡിങ്, പോരാതെ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. തലയ്ക്ക് നല്ല പരിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മദറിനെയും ബേബിയെയും സേവ് ചെയ്യാൻ പറ്റിയില്ല. സോറി. ഡാ, നിനക്ക് എന്ത് ധൈര്യണ്ടായിട്ട് എന്റെ ബ്രദറിനെ ടോർച്ചർ ചെയ്യുന്നത്? മതി, ഇനി നീ ഇവിടെ നിൽക്കണ്ട. ഇനി ആർക്കറിയാം, ഇപ്പൊ ഉണ്ടായതുപോലെ നിനക്കും ഉണ്ടായാലോ. ചോരയല്ലേ, പറയാൻ പറ്റത്തില്ല. അങ്ങനെ എന്റെ മേച്ചിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് നീയല്ല പറയണ്ടേ, അവനാ പറയണ്ടേ. അവൻ വരില്ല അല്ലേ? ജെ.കെ., എനിക്ക് മടുത്തു. ഓരോ ദിവസവും ചെയ്യാത്ത തെറ്റിന് വേണ്ടി ശിക്ഷ വാങ്ങിച്ച് ഞാൻ മടുത്തു. നീ മാറും എന്ന് വിചാരിച്ച് ജീവിച്ച് ഞാൻ മടുത്തു. ഇനി എനിക്ക് പറ്റില്ല ജെ.കെ. ഇങ്ങനെ ജീവിക്കാൻ. പ്ലീസ് ലീവ് മീ. പ്ലീസ് പോവല്ലേ. ഞാനിത് ആവർത്തിക്കത്തില്ല. പ്രോമിസ് ബേബി. Promises are meant to be broken, just like a relationship. നമ്മുടെ ഈ ബന്ധത്തിന് യാതൊരു അർത്ഥവുമില്ല. നിനക്ക് എന്നോടൊരു വിശ്വാസം പോലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നോക്ക്, ഈ മുറിവുകൾ ഉണ്ടാവില്ല. നിനക്ക് അറിയോ അതിനേക്കാ വേദന എന്താന്ന്? ഇവിടെ അത് മാറ്റാൻ നിനക്ക് പറ്റുമോ? അതെ, നമുക്ക് പോവാം. ജിന്നേട്ടാ, പോരുന്നോ ഞങ്ങളുടെ കൂടെ? അവൻ ഇവിടെ നിന്ന് എവിടേക്കും വരില്ല. അല്ല, നിങ്ങൾ ബ്രദർ എല്ലാവരും ഇതുപോലെ തന്നെയാ? ജിന്നു വരുന്നോ ഞങ്ങളുടെ കൂടെ? എന്റെ തേന് നോക്കുന്ന പോലെ തന്നെ നോക്കിക്കോളാം. ജിൻ, നീ എവിടേക്കാ പോകുന്നേ? കിം സോക് ജീൻ എന്ന ഞാൻ ആൽഫ ജിയോൺ നാംജൂണിനെ എന്റെ മെയ്റ്റായി റിജക്റ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് എന്റെ ലൈഫിൽ തീരുമാനിക്കാൻ യാതൊരു അവകാശവുമില്ല. ഇഷ്ടായിരുന്നു ഒരുപാട്, പക്ഷേ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങളൊരു മനുഷ്യൻ തന്നെയാ. മാരേജ് കഴിഞ്ഞ് അന്ന് മുതൽ എന്റെ ലൈഫിൽ സന്തോഷം എന്താന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഓരോ ദിവസവും നിങ്ങളുടെ സെക്ഷൽ ഹറാസ്മെന്റും മെന്റൽ ടോർച്ചറും നിങ്ങളുടെ ഓരോ റൂൾസും എനിക്ക് മടുത്തു. എനിക്ക് പേടിയായിരുന്നു ചാന് നിങ്ങളുടെ മൂച്ചായപ്പോ. പക്ഷെ നിങ്ങളുടെ സ്വഭാവം വരരുതെന്ന്. അവന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഇവിടെ നിന്നാ ശരിയാവില്ല. ആൻഡ് ജിയോ നംജൂൺ, ഗുഡ് ബൈ. എനിക്ക് പേടിയായിരുന്നു. അവൻ ഫ്രീഡം കൊടുത്ത എന്റെ അടുത്തുനിന്ന് വിട്ടു പോകുമെന്ന്. നമ്മുടെ അമ്മയെ പോലെ ഇഷ്ടായിരുന്നു ഒരുപാട്. എനിക്കത് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയില്ല. ഇതൊക്കെ എന്റെ തെറ്റാ. അവൻ എനിക്ക് ഒരുപാട് ചാൻസ് തന്നു. ഞാൻ വിചാരിച്ചു ഞാൻ അവനിങ്ങനെ വിട്ട് അവൻ എന്നെ വിട്ട് പോകുമെന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞ നമ്മൾ എത്രത്തോളം അവരെ കൂട്ടിയിടുന്നു അത്രത്തോളം അതിന് നമ്മളോടുള്ള അടുപ്പം കുറയും. കൂടെ നിർത്തുമ്പോഴാ അതിന് നമ്മളോട് സ്നേഹം തോന്നും. ജിമ്മിൻ, നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അത് ഇന്നലെ തുടങ്ങിയതല്ല, എനിക്ക് ഓർമ്മ വെച്ചപ്പോ തുടങ്ങിയതാ. നിനക്ക് എന്നെ ഓർമ്മയുണ്ടോന്നൊന്നും അറിയില്ല. അന്ന് നിന്നെ ആദ്യമായിട്ട് ഞാൻ സ്കൂളിൽ വെച്ച് കണ്ടപ്പോ നിന്റെ ആ ചപ്പി ചീക്കും ക്യൂട്ട് സ്മൈലും അന്ന് എന്റെ ഹൃദയടിച്ച ഇടുപ്പി എനിക്കിപ്പോ ഓർമ്മയുണ്ട്. യോങ്കി, ഇങ്ങൊന്ന് വന്നേ.
എന്റെ കൂടെ എന്റെ അനിയത്തിന്റെ ക്ലാസ്സിലേക്ക് ഒന്ന് വരാം. അവൾ ഇന്ന് ഫുഡ് മറന്നു, അമ്മ ഒന്ന് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞിരുന്നു. ആ എനിക്ക് ഉറക്കം വരുന്നുടാ, നീ പോയിട്ട് വാ. നീ ഒന്ന് പോയി വന്നേ. ഹേയ് ബേബി ഗേൾ, ലോങ് ടൈം നോ സീ. നീ പോടാ മരമാക്ക്. ആരുടെ നിന്റെ ബേബി ഗേൾ? ആരും കണ്ടില്ല, രക്ഷപ്പെട്ടു. അന്ന് തൊട്ട് എപ്പോഴും ഞാൻ നിന്നെ നോക്കുമായിരുന്നു. നിന്നെ കാണാത്തൊരു ദിവസം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. എനിക്ക് നീ ഒരു ഒബ്സഷൻ ആയിരുന്നു. അത്രത്തോളം ഇഷ്ടമായിരുന്നു എനിക്ക് നിന്നെ. എനിക്ക് നിന്നോട് എൻ്റെ ഇഷ്ടമൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ പേടിയായിരുന്നു നീ എങ്ങനെ അത് റിയാക്ട് ചെയ്യുമെന്ന് ആലോചിച്ച്. പിന്നെ കോളേജിൽ നീ എൻ്റെ ജൂനിയറായിട്ട് വന്നപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. ഞാൻ നിന്നോടെല്ലാം സത്യം തുറന്നു പറയാൻ വരുന്നതാ. അപ്പോഴാണ് നിന്നെയും ഇവനെയും കോളേജിൽ കണ്ടതും എനിക്കത് കണ്ടപ്പോൾ ദേഷ്യം വന്നുപോയി. ചിമ്മി എന്തൊരു ക്യൂട്ടാ. അയ്യോ കവള് പിടിച്ചിങ്ങനെ പിടിച്ച് അമർത്താൻ തോന്നുക. പോയെന്ന് എനിക്ക് നാണാവുന്നു. ഡാ ലുങ്കി, ആ എൻവയും ജിമ്മിനെ ഒന്ന് നോക്കിയേ. അവര് രണ്ടുപേരും ലിവിങ് ടുഗദർ എന്നൊക്കെയാ കേൾക്കുന്നേ. അവരെ കണ്ടാ തന്നെ അറിയാം എന്തോ ഒരു പന്തുകേടില്ലേ. അന്ന് നിന്നെ അങ്ങനെയൊക്കെ അവള് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. എന്നാലും സാരമില്ല എന്ന് കരുതി ഞാൻ നിന്നോട് എല്ലാം തുറന്നു പറയാൻ നിന്റെ വീട്ടിലേക്ക് വന്നപ്പോഴാ നിന്നെയും എൻപോയും റൂമിലേക്ക് കയറുന്ന കണ്ടേ. പിന്നീട് എനിക്ക് നിന്നോട് വെറുപ്പായിരുന്നു. നമ്മൾ മീറ്റ് എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷേ എന്റെ സന്തോഷത്തേക്കാൾ വലുതായിരുന്നു എന്റെ ആ വെറുപ്പ് നിന്നോട്. അന്ന് ആ നൈറ്റ് അത് മിസ്റ്റേക്ക് അല്ലായിരുന്നു. എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. സോറി ചിമ്മി, ഐ നോ ഐ ടു ലേറ്റ്. പിന്നെ ഇന്നലെ ഞാൻ അവനെ എൻജോയ് കണ്ടു. അവൻ നിന്നെ കുറിച്ച് എന്നോട് ചോദിച്ചപ്പോ എനിക്ക് ദേഷ്യം വന്നു. അതാ ഞാൻ നിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ അതിങ്ങനെയൊക്കെ ആവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ജീനി, ഐ മിസ് യു. എനിക്ക് ഈ റിജക്ഷൻ പറ്റുന്നില്ല ജീനി. ഞാൻ എന്തോ ഒരു ഫീലാ, എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കറിയാം ഒരുപാട് ലേറ്റ് ആയി പോയി ഞാൻ ഇന്ന്. ഐ ലവ് യു ജീനി ആൻഡ് ഗുഡ് ബൈ. ജൂണിച്ച, ജൂണിച്ച, ഹേയ്, നോ പ്രോബ്ലം, ഒന്നുമില്ല. കറക്റ്റ് ടൈമിൽ കൊണ്ടുവന്നതുകൊണ്ട് നോ വറീസ്. പിന്നെ സെഡേഷൻ കൊടുത്തിരിക്കുക, 1 ഹവറിന് ശേഷം ആൾ ഉണരുമായിരിക്കും. ഞാൻ ഗോഡൊന്നും സംഭവിച്ചില്ലല്ലോ. പേടിച്ചു പോയി ആകെ. ഇനിയിപ്പോ മെഡിസിൻ വാങ്ങിക്കാൻ താഴേക്ക് പോകണല്ലോ. JK എന്റെ കയ്യിൽ നിന്ന് വിട്, എനിക്ക് പോണം.
പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്താ ഞാൻ കേൾക്കേണ്ടത്? പിന്നെ ഒരു കൊട്ട കള്ളങ്ങളോ? എന്നെ ഒന്ന് വിട് ജേക്ക്, എനിക്ക് പറ്റുന്നില്ല. എനിക്ക് വയ്യ നിന്റെ ഓരോരോ കഥകളും ഓരോരോ മാനിപ്പുലേഷനും കേട്ട് കേട്ട് മടുത്ത്. എന്നെ ഒന്ന് വിട്.